ഇന്ന് നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ ഇവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. അത് ചെറുതായി കട്ട് ചെയ്തത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മൾ നല്ല തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു അര ഗ്ലാസും കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ട് അടിപൊളി രുചിയിലുള്ളൊരു പഴം ജ്യൂസാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് കുറച്ച് ബദാമിൻ്റെ സ്ലൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.